ബൈ ബൈ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇവിടുന്ന് രാജാക്കാട് റൂട്ട് പോകട്ടോ. അപ്പോൾ നമ്മുടെ പൂപ്പാറ രാജാക്കാട് ഈ റൂട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കയറ്റങ്ങളും ഇറക്കങ്ങളും കേട്ടോ. അതായത് ഇപ്പം നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ഒരു കയറ്റം അങ്ങനെയൊന്നുമില്ല, ഒരു കയറ്റം ഒരു ഇറക്കം. അതായത് നമ്മുടെ MC റോഡ് ഇപ്പം ഏറ്റുമാനൂർ ടു മൂവാറ്റുപുഴ റൂട്ടൊക്കെ ഇല്ലേ, ആ ഒരു സെറ്റപ്പ് കേട്ടോ. ഒരു കയറ്റം അത് കഴിഞ്ഞിട്ടൊരു ഇറക്കം. ഇത് രാജകുമാരി കേട്ടോ സ്ഥലം. നമ്മളങ്ങനെ രാജകുമാരി ടൗൺ ആട്ടോ ജസ്റ്റ് ഇപ്പോൾ പാസ് ചെയ്ത് കഴിഞ്ഞ്. നമ്മുടെ ഈ റൂട്ടിൽ വരുന്ന കയറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രേഡൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇറക്കം എന്ന് പറയുമ്പോൾ നല്ല ഗ്രേഡ് കേട്ടോ, അല്ലെങ്കിൽ നല്ല സ്ലോപ്പാണ്. കാരണം അങ്ങോട്ട് കൂടുതൽ ഇറക്കങ്ങളാണുള്ളത്, എന്നാൽ ഇങ്ങോട്ട് കയറ്റങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു ഗ്രേഡ് ക്ലൈംസ് കുറവാണ്. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ 14% ഗ്രേഡ് വരുന്ന ക്ലൈംസ് ഉണ്ട് കേട്ടോ. പക്ഷേ ലെങ്തി ക്ലൈംസ് അല്ല, എല്ലാം ഷോർട്ട് ക്ലൈംസ് ആയിരിക്കും. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇടയ്ക്ക് ലെങ്തി ക്ലൈംസ് ഉണ്ട് കേട്ടോ. ഒരു 1.5 കിലോമീറ്ററൊക്കെ ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഏകദേശം 11-12 ഗ്രേഡും ഉണ്ടേ. അങ്ങനെ കുറച്ച് ലെങ്തുള്ള ഒരു ക്ലൈംബ് കഴിഞ്ഞിട്ട് വരുന്ന നല്ലൊരു ഡൗൺ ഹില്ലാട്ടോ കിടക്കുന്നത്. അങ്ങനെ ഇതിപ്പം രാജാക്കാട് കേട്ടോ ലൊക്കേഷൻ. രാജാക്കാട് സിറ്റി അല്ലെ ടൗൺ എത്തിയിട്ടാവും. അപ്പോൾ നമ്മൾ രാജാക്കാട് ടൗണിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയെ ഏകദേശം 5 കിലോമീറ്റർ പോയാൽ നമ്മുടെ പൊന്മുടി ഡാം എത്തും. ഇതിപ്പോൾ നമ്മൾ രാജാക്കാട് നിന്ന് നേരെ പോകുന്നതിന് പകരം ജസ്റ്റ് ഒരു റാ പോലെ എടുത്ത് പോവാം കേട്ടോ. പെട്ടെന്ന് ഈ റൂട്ടിലേക്ക് കയറിയപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ, അടിപൊളി. ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ലെഫ്റ്റ് എടുത്ത് വന്നിട്ട് ഇങ്ങനെ പോവാന്ന്. അതൊരു
എസ് വളവായിരുന്നു ഇങ്ങനെ. ആക്ച്വലി അവിടെ സൈൻ ബോർഡൊക്കെ വെക്കേണ്ടതാണ്, ബട്ട് ഞാനൊന്നും കണ്ടില്ല. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ റൈഡ് ചെയ്യുന്നത് ചെറിയൊരു ഫോറസ്റ്റ് ആട്ടോ. പക്കാ ഫോറസ്റ്റ് ആംബിയൻസ് തന്നെ ഉണ്ട്. പെട്ടെന്നൊരു ഇരുട്ടായ ഫീൽ പോലെ, നല്ല തണുപ്പും. പക്ഷേ ഇറക്കാട്ടോ, ഇത് കുറച്ചുകൂടെ ഫ്ലാറ്റ് റോഡായിരുന്നെങ്കിൽ നൈസ് വൈബ് ആയേനെ. നമുക്ക് ആ ഡാമാട്ടോ നേരെ കാണുന്നതൊക്കെ. അങ്ങനെ നമ്മൾ പൊന്മുടി ഡാമിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്തു കേട്ടോ. ഡാമിൻ്റെ പാലം കയറി ലെഫ്റ്റ് പോയാൽ നമ്മൾ രാജാക്കാട് ചെല്ലും. നമ്മളിത് റൈറ്റ് എടുത്ത് വെള്ളത്തൂവൽ വഴി നമ്മൾ അടിമാലിയല്ല പോകുന്നത്, നമ്മൾ നേരെ നേരിമംഗലം പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ സ്ഥലം. ചെറിയൊരു ജംഗ്ഷനാട്ടോ, വെള്ളത്തൂവൽ പാലമാണിത്. കുറച്ച് വെയിലുണ്ടെങ്കിലും നല്ലൊരു വ്യൂ ആട്ടോ. വ്യൂ കണ്ടാൽ നമുക്ക് ഒരു സ്നാപ്പ് എടുക്കേണ്ട പോകാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സെങ്കുളം പവർ ഹൗസ് ആട്ടോ. അപ്പോൾ ഇത് പാലത്തിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം നല്ല ചെളിവെള്ളം കേട്ടോ. അപ്പോൾ ഇതൊരു മഴയുടെ എഫക്റ്റ് ആണോ അതോ വെള്ളം കുത്തി ഒലിച്ച് വരുന്നതാണോ എന്നറിയത്തില്ല കേട്ടോ. എന്താണെന്ന് കറക്റ്റ് അറിയില്ല. എന്താണല്ലോ ഈ വെള്ളത്തിലൊന്നും ചാടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും മുമ്പോട്ട്. അങ്ങനെ വെള്ളത്തൂവൽ പാലമൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല ക്ലൈംബ് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ ആകുന്നു. അപ്പോൾ ഇത് അടുത്തൊരു ലെങ്തി ക്ലൈംബാന്ന് തോന്നുന്നു കേട്ടോ. കാരണം കുറച്ച് നേരമായി നമ്മൾ ചവിട്ടുന്നു. ഇത് ചെറിയൊരു ഹെയർ പിൻ ബെൻഡൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് എടുത്താൽ മൂന്നാർ റൂട്ടാട്ടോ. നമ്മളിവിടുന്ന് നേരെ ശബരിമല റൂട്ട്. അങ്ങനെ ആ ഒരു ക്ലൈംബ് കഴിഞ്ഞിട്ട് വീണ്ടും നല്ലൊരു ഇറക്കാട്ടോ. പക്ഷെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ബസ് പോകുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യായിരുന്നു കേട്ടോ. ഇതാട്ടോ കല്ലാർകുട്ടി ഡാമാണ് ഈ കാണുന്നത്. അപ്പോൾ കല്ലാർകുട്ടി ഡാം അല്ലെങ്കിൽ അതിൻ്റെ റിസർവോയർ ആട്ടോ ഈ കാണുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഡാമും ഇതും എല്ലാം പെരിയാറിന് കുറുകെയാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരിയാർ ഫുള്ള് കലങ്ങി കിടക്കുന്നു കേട്ടോ, ഫുള്ള് ചെളിവെള്ളമാണ്. അപ്പോൾ കല്ലാർകുട്ടി ഡാമിലും ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളാ ഒരു പാലം ക്രോസ് ചെയ്ത് ഏകദേശം 1/2 കിലോമീറ്ററാണ് കാണിച്ചേക്കുന്നത്. അവിടെ പോവുകയാണെങ്കിൽ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമ്മളങ്ങോട്ടൊന്നും പോകുന്നില്ല, നമ്മൾ നേരെ പോവാട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഏകദേശം 28 കിലോമീറ്റർ കേട്ടോ നേരിമംഗലത്തിനുള്ളത്. അപ്പോൾ ഈ 28 കിലോമീറ്ററും നമ്മൾ റൈറ്റ് സൈഡിൽ പെരിയാർ നദി കേട്ടോ, അതിന് പാരലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാ പറയുന്നത്, ഒരു പക്ക പീസ്ഫുൾ സൈലൻറ്റ് ഫോറസ്റ്റ് ആംബിയൻസ് കേട്ടോ.
നല്ല വഴിയും കൂടെയാണ്. അപ്പം ഭയങ്കര ഫീലാട്ടോ ഈ ഒരു വഴിക്ക് റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ആ റൂട്ട് പിടിച്ചിങ്ങനെ പോരുമായിരുന്നു. അപ്പോൾ ഈ റൂട്ടിൽ കടയില്ലെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അത് ഈ ഒരു വീടിനോട് ചേർന്നാണെന്ന് തോന്നുന്നു, വീടാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ചെറിയ കടയുണ്ട്. അപ്പോൾ സമയം കറക്റ്റ് ഉച്ചയാണ്. പക്ഷേ നമ്മുടെ മോഹൻലാൽ പറയുന്ന പോലെ എന്നെ അറിയുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉച്ചയാണേലും നമുക്ക് ചായ തന്നെ കേട്ടോ. ചായയും ചെറിയ കടിയുണ്ട് കേട്ടോ, ചെറുകടിയുണ്ട്. നമ്മുടെ ബോണ്ട ബോളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊരു ചെറുകടിയും പിന്നെ നമ്മുടെ ചായയും. അപ്പോൾ ബാബുച്ചേട്ടൻ്റെ കട കേട്ടോ. നല്ലൊരു അടിപൊളി ചായ, പറയാണ്ട് തന്നെ മധുരം കൂട്ടിയിട്ട് തന്നു. പിന്നെ നല്ല ബോണ്ട കേട്ടോ. പിന്നെ ചെറുകടികളൊക്കെ ഒരുപാടുണ്ട്. ചേട്ടൻ്റെ വീട്ടിലുണ്ടാക്കുന്ന എന്നാ പറയുന്നത്, നമ്മുടെ കുമ്പിളപ്പവും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിവേ നമ്മൾ ടുവേഡ്സ് നേരിമംഗലം. അങ്ങനെ നമ്മൾ നേരിമംഗലം റൂട്ട് എടുത്തില്ല കേട്ടോ. നേരിമംഗലം റൈറ്റ് ആയിരുന്നു. നമ്മൾ ആ വഴി തന്നെ നേരെ ഇങ്ങ് പോകുന്നു കേട്ടോ. കാരണം നമുക്ക് കോതമംഗലം ചെന്ന് കയറാം. സോ മഴയൊക്കെ തുടങ്ങി. അപ്പം മഴയൊക്കെ നനഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം 100 കിലോമീറ്റർ ആയിരുന്നു. മഴ വീണ്ടും കനക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കോട്ടൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഒരു മൂടാണെങ്കിൽ നമ്മൾ കോട്ടിടുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ നനഞ്ഞ് ചവിട്ടാം. അങ്ങനെ ചെറിയൊരു മഴയൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു കട്ടനൊക്കെ മേടിച്ച് മഴയത്ത് നിന്ന് കട്ടനടിക്കുക കേട്ടോ. അങ്ങനെ മഴ കുറച്ച് കുറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും റൈഡ് തുടങ്ങി കേട്ടോ. കാരണം മഴ എന്താണേലും മൊത്തത്തിൽ പോകത്തില്ല. അപ്പോൾ നമ്മൾ റെയിൻകോട്ട് ടോപ്പൊക്കെ എടുത്തിട്ട് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ സമയം 8:40 നമ്മൾ നമ്മുടെ റൈഡ് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഏകദേശം 160 കിലോമീറ്റർ കേട്ടോ നമ്മൾ കവർ ചെയ്തേ. അപ്പോൾ കാര്യം പറഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ എത്തണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നല്ല മഴ വന്ന് നേരിമംഗലത്ത് നമ്മളൊരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പം എന്താണെങ്കിലും ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ, പീസ് ഔട്ട്.